തന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴിയും ആരാധകരെയും അറിയിക്കുന്ന താരമാണ് വിനോദ് കോവൂർ. വിനോദ് കോവൂറെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ മറിമായം തീർച്ചയായും കണ്ടിരിക്കും. മറിമായത്തിലെ പ്രധാന കഥാപാത്രം വിനോദ് കോവൂർ തന്നെയാണ്. വിനോദ് കോവൂറിന്റെ ആരോഗ്യാവസ്ഥയെപ്പറ്റി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. തനിക്ക് നടന്ന ഒരു അപകടത്തെപ്പറ്റി തുറന്നു പറഞ്ഞ് വിനോദ് കോവൂരും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മറിമായത്തിന്റെ ഷൂട്ട് കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയ താൻ ഫ്ലാറ്റിലെ വേസ്റ്റ് കളയാൻ വേണ്ടി താഴോട്ട് പോയതാണ്. എന്നാൽ താൻ ടാങ്കിൽ വീണ് തന്റെ ഇടുപ്പിന് വലിയ രൂപത്തിലുള്ള ഒരു ക്ഷതമേറ്റ കാര്യം തന്റെ സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിച്ച് വിനോദ് കോവൂറും രംഗത്ത് വന്നു. ഈ വീഡിയോവും ഈ വാർത്തയും പുറത്തു വന്നതോടെ പ്രേക്ഷകരും ഞെട്ടുകയായിരുന്നു. തന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചും ഒരുപാട് പേര് രംഗത്ത് വന്നു. മിക്ക സെലിബ്രിറ്റികളും, സിനിമാ പ്രവർത്തകരും, സീരിയൽ പ്രവർത്തകരും എല്ലാം തന്നെ വിനോദ് കോവൂറിന്റെ ആരോഗ്യാവസ്ഥ അന്വേഷിച്ച് രംഗത്ത് വന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി അറിയാൻ പറ്റുന്ന വിശേഷങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ താൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ തന്നെയാണ് കമന്റുകളുമായി രംഗത്ത് വന്നത്. ഉടനെ തന്നെ തന്റെ അസുഖങ്ങളും തന്റെ വേദനകളും എല്ലാം മാറും എന്ന് തന്നെയാണ് പ്രേക്ഷകരും പ്രാർത്ഥിക്കുന്നത്. തന്റെ കിടപ്പിലായ പിന്നെ മറിമായം ഷൂട്ടിന് പോകാൻ സാധിക്കുന്നില്ലല്ലോ എന്ന സങ്കടവും വിനോദ് കോവൂറിനുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെ മറികടന്ന് വീണ്ടും ജീവിതത്തിലേക്ക് ഒരു പ്രശ്നവുമില്ലാതെ അഭിനയ രംഗത്തിലേക്ക് ഞങ്ങളെല്ലാം രസിപ്പിക്കാനും ഞങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട് അഭിനയിപ്പിക്കാനും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എല്ലാം തന്നെ വിനോദ് കോവൂറിന് ഇനിയും സാധിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത്. അപകടങ്ങൾ ഉണ്ടാവുക സഹജം തന്നെയാണ്. നമ്മൾ അതെല്ലാം തന്നെ അതിജീവിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്ന് തന്നെയാണ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. വിനോദ് കോവൂറുടെ ആരോഗ്യാവസ്ഥയെ പറ്റിയുള്ള വാർത്തകളുമെല്ലാം ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഫ്രണ്ട്സ്.